അങ്ങനെ നമ്മളൊരു അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രമ്യയുടെ വീട്ടിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ബാക്കിൽ കാണുന്നതാണ് രമ്യയുടെ വീട്. അവിടെ എത്തിക്കഴിഞ്ഞ രമ്യ നമുക്ക് വീട് വിട്ട് തന്നിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കാനും കിടക്കാനും ഇരിക്കാനും ഉറങ്ങാനും വർത്തമാനം പറയാനും ബഹളം വയ്ക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് രമ്യയുടെ വീട് വിട്ട് തന്നിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതാ രമ്യയുടെ വീട്ടിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓരോരുത്തരായ ഓരോരോ പണികളാണ്. തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ കുറേ വർത്തമാനം പറയും. ഞങ്ങൾ കുറേ ചിരിക്കും. എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കുകയാണ്. എല്ലാവരും ബിസിയാണ്. തേങ്ങ ചിരകാനും പാത്രം കഴുകാനും തേങ്ങ പൊളിക്കാനും. ഇത് സുബിതേച്ചിയൊക്കെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. 3 പേര് വെളുത്തുള്ളി നേരാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. വന്നപ്പോൾ തുടങ്ങിയതാണ്. അങ്ങനെ ഇതാ ഓരോരുത്തരും പണിയെടുക്കും. എല്ലാവരും പണിയെടുക്കും. അവിടെ ഞങ്ങളുടെ സ്നേഹം, സന്തോഷം, ഒത്തുചേരലുകൾ, കളിച്ചിരികൾ, പൊട്ടിച്ചിരികൾ, കുട്ടികളുടെ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞ് അതോർത്ത് ഞങ്ങൾ കുറേ ചിരിക്കും. ചിലപ്പോൾ തോന്നും ഞങ്ങൾക്കേ അതിന് പറ്റുമെന്ന്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ. രമ്യയുടെ അച്ഛൻ തേങ്ങാപ്പാൽ പിഴിയാണ്. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ഓരോരോ പണിയെടുത്ത് പോകുന്നത് വരെ നമ്മൾ ഓരോരോ തരത്തിൽ ബിസി ആയിരിക്കും. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. സന്തോഷിക്കുക, ചിരിക്കുക. അതാ തേങ്ങാപ്പാൽ പിഴിയുന്ന ഞാൻ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് തന്നെ ചിരിക്കാൻ തോന്നും. അവസാനം പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും സൽമയും കൂടി പായസമൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അച്ഛനാണ് ഫുൾ റെസിപ്പി. അച്ഛൻ്റെ റെസിപ്പിയാണ് പായസം. കുടുംബനാഥ രമ്യ. അവസാനം ഫൈനൽ ലുക്കിലേക്ക് പായസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബീനാമ്മയുടെ വന്ന തല കാണിക്കുന്നു. അതാണ്, ഒരാളൊരു ഫോൺ എടുത്ത് നിന്നാൽ മതി, എല്ലാവരും പിന്നിൽ വരും. അവസാനം ഞങ്ങൾ സദ്യ ഉണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാണ് സന്തോഷം. എല്ലാവരും കൂടി താഴെ ഇരുന്ന് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും. എന്നാലും അതൊരു സന്തോഷം. എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ പൊട്ടിച്ചിരിക്കും. കുറേ കഥകൾ പറഞ്ഞ് കൂടുതൽ നമ്മൾ ഇർഷാദിലെ വിശേഷങ്ങൾ തന്നെയായിരിക്കും. ചെറിയ കുട്ടികൾ പറയുന്ന തമാശകളും കഥകളും കുട്ടികൾ കാണിക്കുന്ന ഓരോ കുസൃതികളും അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്ന ഞങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ഞങ്ങൾ കളിയാക്കാറുള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം സന്തോഷകരമായി തീർന്നു. ഇനിയും കൂടാമെന്ന ഉദ്ദേശത്തോടു കൂടി വീണ്ടും ഞങ്ങൾ പിരിയുകയായി, ഒത്തുചേരാനായി.